ഈ രാജ്യം വെട്ടിപ്പിടിക്കുവാൻ വന്ന വൈദേശികർക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത മുൻഗാമികളുടെ ഓർമ്മ കൂടിയാണ് മനോഹരമായ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസത്തിൽ നമ്മൾ അയവിറക്കേണ്ടത്. ഇന്ത്യ രാജ്യം ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ, ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന പാഠങ്ങളാണ് സമ്മാനിക്കുന്നത് എന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്തെ രാജ്യമാക്കിയ ജനാധിപത്യവും മതേതരത്വവുമെല്ലാം തകർത്തുകളയാൻ അണിയറയിൽ ശക്തമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. രാജ്യത്തിന്റെ മതേതരത്വം തകർത്തുകളയുന്നതിനു വേണ്ടി വർഗീയമായ ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. വർഗീയമായി മനുഷ്യരെ പകുത്തുവെക്കാൻ, ഭാഷാപരമായി മനുഷ്യരെ പകുത്തുവെക്കാൻ, മനുഷ്യരുടെ ഇടയിൽ വിള്ളലുകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ പരസ്പരം ഭിന്നതയുടെ വിത്തിട്ട് കൊടുക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് തുടർക്കാഴ്ചയാകുന്ന സമയത്താണ് നമ്മളുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്താണ്? കുഞ്ഞാലിമരക്കാർ മരണാസന്നനായി കിടക്കുന്ന സമയത്ത് കുഞ്ഞാലിമരക്കാരുടെ അരികിലേക്ക് ചെന്നു സാമൂതിരി രാജാവ്. സാമൂതിരിയോട് കുഞ്ഞാലിമരക്കാർ പറയുന്നൊരു വാക്കുണ്ട്: രാജാവേ, നിങ്ങൾക്കറിയുമോ നമ്മെ എന്താണ് കരുത്തുറ്റവരാക്കി മാറ്റുന്നത് എന്ന്? പോർച്ചുഗീസുകാർക്കെതിരെ പടപൊരുതുമ്പോ നമ്മുടെ കരുത്തെന്താണ് എന്നറിയുമോ? ആയുധബലമല്ല, കായിക ബലമല്ല. നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയാണെന്ന് പുതുപ്പണത്തെ കോട്ടയിൽ അവസാന സമയം തന്നെ കാണാൻ വന്ന സാമൂതിരി രാജാവിനോട് പറയുന്നത് കുഞ്ഞാലിമരക്കാരെന്ന മുസൽമാനാണ്. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഉൾപ്പെടുന്ന വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ ശക്തമായ പോരാട്ടം ഒന്നിച്ച് കാഴ്ചവെച്ച സമയത്താണ് ഈ രാജ്യത്തെ ഭരിക്കണമെങ്കിൽ ഡിവൈഡ് ആൻഡ് റൂൾ, ഇവിടെയുള്ള മനുഷ്യരുടെ ഇടയിൽ സ്പർദ്ധ സൃഷ്ടിക്കണമെന്ന ആശയം ബ്രിട്ടീഷുകാരുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. ഇന്ത്യ രാജ്യത്തെ വിവിധ മതങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ വ്യക്തമായ വർഗീയ ചേരിതിരിവുകൾ സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാരൻ മുൻകൈയെടുത്തു. ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ തല്ലിച്ചാലല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് തുടരാനാകില്ല എന്നവർ മനസ്സിലാക്കി. കാരണം രാജ്യത്തിന്റെ ചരിത്രത്തിലെമ്പാടും ചേർന്നുകിടക്കുന്ന, ചേർത്തുപിടിച്ച കൈകളും ഒരുമിച്ചു നിന്ന് പോരാടിയതിന്റെ ചിത്രങ്ങളുമുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമയോടെ ഈ രാജ്യത്തിന്റെ മക്കൾ മതവ്യത്യാസമന്യ, ജാതി വ്യത്യാസമന്യ പോരാട്ടങ്ങൾ ആരംഭിച്ച നേരത്താണ് ഇവരെ ഭിന്നിപ്പിച്ചാലല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നത്. അവരാരംഭിച്ച ആ ഭിന്നതയുടെ വർത്തമാനത്തെ ഇന്ത്യ രാജ്യത്തിന് നേതൃത്വം നൽകിയ പ്രഗത്ഭമതികളായ ഭരണാധികാരികൾ തുന്നിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും നമുക്കിടയിലുള്ള സ്പർദ്ധകളെ വർദ്ധിപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാരൻ അധികാരം നിലനിർത്തുവാൻ എന്താണോ ചെയ്തു കൂട്ടിയത് അതൊക്കെയും ഇന്ന് നമ്മുടെ അധികാര തലങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. രണ്ടാമത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. രാജ്യത്തെ സമ്മതിദാനാവകാശം ഓരോ മനുഷ്യനും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വിനിയോഗിച്ച് തങ്ങൾക്ക് വേണ്ട ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ചതും വലുതുമായ ജനാധിപത്യ പ്രക്രിയ എന്ന് നമ്മുടെ രാജ്യമൂറ്റം കൊള്ളുന്ന തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പിന്റെ ഇടയിലേക്ക് കയറിക്കൂടി അഡ്രസ് ഇല്ലാത്ത, ആളില്ലാത്ത, ഉപ്പയില്ലാത്ത, അച്ഛന്മാരില്ലാത്ത വോട്ടർമാരെ തിരികെ കയറ്റി തങ്ങളെന്നും അധികാരത്തിലിരിക്കുന്നതിന് വേണ്ടി ജനാധിപത്യം കുരുതി കൊടുത്ത കാലത്താണ് വോട്ട് ചോരിയെ പോലെയുള്ള, നമ്മളെല്ലാവരും കൃത്യമായി മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് കൊള്ളകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാലത്ത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, രാജ്യത്തിന് കാവലിരിക്കുക എന്നുള്ളതാണ്. രാജ്യത്തിന് കാവലിരിക്കേണ്ട നേരമാണ്. തങ്ങൾക്കെന്നും അധികാരത്തിലിരിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ജനങ്ങളുടെ വോട്ടുകൾ കൊള്ള ചെയ്യപ്പെടുന്നു. അധികാരത്തിലേക്ക് കയറാൻ വേണ്ടി കള്ള വോട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ മറവിലൂടെ അധികാരത്തിൽ തുടരാൻ വ്യാമോഹിക്കുന്നവർക്ക് നടുവിൽ ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും ജനാധിപത്യത്തെയും ഈ രാജ്യത്തിന്റെ സാമൂഹികപരമായ ഉന്നമനങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തേണ്ട കാലത്താണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. നമുക്ക് ഈ രാജ്യം വളരെ വിലപ്പെട്ടതാണ്. കാരണം എന്താണ്? 1947
47 ഓഗസ്റ്റ് 15 ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം രാജ്യസ്നേഹികളായി അവതരിച്ചതല്ല ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളൊന്നും. 1947 2014 ശേഷമോ ഈ രാജ്യത്തോടുള്ള കൂറ് പ്രഖ്യാപിച്ചവരല്ല മുസ്ലിമീങ്ങൾ. 1490കളിൽ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാരുണ്ട്. ഈ രാജ്യത്തിന്റെ തീരങ്ങൾ തൊട്ട പോർച്ചുഗീസുകാരനെതിരെ പിടിച്ചെടുക്കാനാണ് വന്നതെങ്കിൽ പ്രതിരോധം തീർക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പണ്ഡിത നേതൃത്വമാണ്. മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ നിന്ന് ചിലരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ആദ്യത്തെ ചരിത്ര പുസ്തകം പൊന്നാനി പള്ളിയിലെ മഖ്ദൂമിന്റെ രചനയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ചരിത്രം ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് തുഹ്ഫ പിറന്നത്, എന്തിനു വേണ്ടിയാണ് തഹ്രീൽ പിറന്നത്, എന്തിനു വേണ്ടിയാണ് പ്രതിരോധത്തിന്റെ പാട്ടുകൾ പിറന്നത്. നമ്മുടെ നാട്ടിൽ പലരും കച്ചവടത്തിന് വരാറുണ്ട്. പക്ഷേ പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമയുടെ വരവ് ഈ മണ്ണ് പിടിച്ചെടുക്കാനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ സാമൂതിരി എന്ന ഹൈന്ദവന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത് രാജ്യത്തിനു വേണ്ടി പണിയെടുക്കാൻ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളോട് പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ത്യ രാജ്യത്തെ സമുന്നതമായ മുസ്ലിം നേതൃത്വം. വാസ്കോ ഡ ഗാമയ്ക്കെതിരെ പടപൊരുതു, സാമൂതിരിയുടെ കൂടെ ചേർന്നു നിൽക്കൂ എന്ന് നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഈ രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. വീരേതിഹാസം രചിച്ച മഹാരഥന്മാരായ കുഞ്ഞാലിമാർ പിറന്നു. ഇവിടേക്ക് കടന്നു വന്ന വൈദേശികർക്കെതിരെ നമ്മൾ വിപ്ലവം തീർത്തു. മനോഹരമായ ചരിത്രങ്ങൾ എത്രയാണ് പറയാനുള്ളത്. വാസ്കോ ഡ ഗാമയ്ക്കെതിരെ പടപൊരുതാൻ സാമൂതിരിയുടെ കൂടെ നിന്നു. ഹിന്ദുക്കൾ ഭരിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇവിടെ സാമൂതിരിയുടെ കൂടെ തോളോട് തോളുരുമ്മി നിന്ന പാരമ്പര്യം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കുണ്ട്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കുണ്ട്. വിവിധ രാജ്യങ്ങളിലെ ഹൈന്ദവ രാജാക്കന്മാരുടെ കൂടെ നിന്നിട്ടുണ്ട്. നീതിമാന്മാരായിരുന്നു അവർ. അവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിച്ച ചരിത്രമുണ്ട്. 1490കൾ കഴിഞ്ഞു. പിന്നെയും രാജ്യത്തിന്റെ പലയിടങ്ങളിലും മനോഹരമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം വായിച്ചു നോക്കൂ. അവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ട്. അവരുടെ രചനകളും അവരുടെ ഇടപാടുകളും ഒക്കെയുണ്ട്. നമ്മുടെ രാജ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിന്റെ ആഹ്വാനങ്ങളിൽ ഒന്ന് വന്നത് പള്ളികളിൽ നിന്നാണ്. ഇന്ത്യ രാജ്യം കണ്ട അതുല്യരായ പണ്ഡിതരിൽ ഒരാൾ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റളിയല്ലാഹു അൻഹു ആൻഡമാൻ ജയിലിൽ കിടന്നാണ് മരിച്ചത്. ബഹുമാനപ്പെട്ടവർ ഉത്തരേന്ത്യയിലെ പള്ളികളിൽ ജനങ്ങളോട് പറഞ്ഞു, രാജ്യത്തിനു വേണ്ടി പോരാടാൻ ഇറങ്ങൂ. രാജ്യത്തിനു വേണ്ടി പോരാടാൻ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ ആ മനുഷ്യൻ ആൻഡമാനിലെ ജയിലിലടച്ചു. ഏത് ജയിൽ? മാപ്പെഴുതി കൊടുത്തിട്ട് ഇന്നത്തെ രാജ്യസ്നേഹികൾ അവരുടെ നേതാവായി അവതരിപ്പിക്കുന്നവർ ബ്രിട്ടീഷുകാരന് മാപ്പെഴുതി കൊടുത്തിറങ്ങിപ്പോരുന്ന ജയിലിൽ കിടന്ന് മരണം വരിച്ച നേതാവാണ് ഫദ്ലുൽ ഹഖ് ഖൈറാബാദി. മഹാനരായ ഷാ വലിയുല്ലാഹി ദഹ്ലവി ഹജ്ജ് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ബഹുമാനപ്പെട്ടവരെ കണ്ടിട്ട് ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്ന മനുഷ്യർ, ആ മനുഷ്യരോട് ബഹുമാനപ്പെട്ടവർ വിളിച്ചു പറഞ്ഞു, ഈ രാജ്യത്തിനു വേണ്ടി പടപൊരുതൂ, രാജ്യത്തെ വൈദേശികാധിപത്യങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പടപൊരുതൂ എന്ന് മഹാനരായ ഷാ വലിയുല്ലാഹി ദഹ്ലവി വിളിച്ചു പറഞ്ഞു. എത്ര ആളുകളാണ്? 41 Years in India എന്ന പുസ്തകത്തിൽ അന്നത്തെ ഫീൽഡ് മാർഷൽ എഴുതുന്നുണ്ട്, 27,000 മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ കൊല്ലപ്പെട്ടു. ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടതിലധികവും മുസ്ലിമീങ്ങളായിരുന്നു. ചരിത്രം പരതുമ്പോൾ നമുക്ക് പലരെയും കാണാം. പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്ര വലിയ മനോഹരമായ ജീവിതത്തിന്റെ ഉടമകൾ സ്വാതന്ത്ര്യ സമരകാലത്ത് നമുക്ക് നേതൃത്വം നൽകി കഴിഞ്ഞു പോയിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് അവരെയൊക്കെ വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിക്കുകയും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്ത നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം നമ്മൾ വായിച്ചിരിക്കുക. മൗലാന മുഹമ്മദ് അലിയെ നമ്മുടെ എത്ര ആളുകൾക്കറിയാം? മഹാത്മാഗാന്ധിയുടെ കൂടെ നിന്ന് പടപൊരുതിയ മൗലാന മുഹമ്മദ് അലി ജൗഹർ, ആ മനുഷ്യനെ ലാഹോറിൽ തടവിലിട്ട സമയത്ത് മഹാത്മാഗാന്ധി കത്തെഴുതി, ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ബഹുമാനിക്കുന്ന മനുഷ്യനാണ് മൗലാന മുഹമ്മദ് അലി, അദ്ദേഹത്തെ വിട്ടയക്കുക. മൗലാന ഷൗക്കത്ത് അലി, മഹാനരായ മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യ രാജ്യത്തിന്റെ അമരത്തിരുന്ന് ഈ രാജ്യത്തിനു വേണ്ടി പടപൊരുതിയ മഹാരഥന്മാരായ മുൻഗാമികൾ എത്രയാണ് നമുക്കുള്ളത്. അവരുടെ ജീവിതങ്ങളെ പഠിക്കുവാനും അറിയുവാനും നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെ, സ്വാതന്ത്ര്യ ദിനത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് തലമുറകളോട് പറയാനുള്ളത്.
നമ്മുടെ ഈ രാജ്യം ഇന്ന് 2-3 ദിവസം മുമ്പ് നിങ്ങൾ കേട്ടില്ലേ, ഓഗസ്റ്റ് 14 വിഭജന ദിനമായി ആചരിക്കണം. ദൗർഭാഗ്യകരം, ഒരു രാജ്യത്തിനു വേണ്ടി പടപൊരുതി ഒരു മനസ്സോടെ നിന്ന മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിൽ തെറ്റിച്ചുകൊണ്ട് 2 രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി. പാകിസ്ഥാൻ എന്ന മറ്റൊരു രാജ്യം പിറന്നു. ആരായിരുന്നു അങ്ങനെ ഒരു ആശയത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്? ഈ വിഭജനത്തിന്റെ പിന്നിലുണ്ടായിരുന്നത് 2 നേഷൻസ് എന്ന തിയറി സവർക്കർ ഉൾപ്പെടെയുള്ള തീവ്രവാദികളായ വർഗീയവാദികളുടേതാണ്. നിഷേധിക്കാൻ പറ്റുമോ? നമ്മുടെ കേരള ഗവർണർ കേരളത്തിലെ പല കോളേജുകളിലും സർക്കുലർ അയച്ചു, ഓഗസ്റ്റ് 14 വിഭജന ദിനമായി ആചരിക്കണം. ഈ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള തിയറി ഇന്ത്യ രാജ്യത്തെ വർഗീയവാദികളായ സവർക്കർ ഉൾപ്പെടെയുള്ളവരുടേതാണ്. അതിന് മുഹമ്മദ് അലി ജിന്നയെ പോലെയുള്ള ചിലർ കൂട്ടുനിന്നു. ആ മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളിൽ നിന്നൊരു പിന്തുണയും ലഭിച്ചിട്ടില്ല. മൗലാന അബുൽ കലാം ആസാദ് മുഖത്ത് നോക്കി ചോദിച്ചു, ആരുടേതാണോ ഈ ആശയം? മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു രാജ്യം എന്തിനാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. ചരിത്രം മറിച്ചു വെച്ചാൽ മനോഹരമായ അധ്യാപനങ്ങൾ കാണാം. ഇത് നമ്മുടെ രാജ്യമാണ്. ഇവിടെ നിന്ന് വിഭജിച്ചു കൊണ്ടുപോകാനുള്ള ആശയങ്ങളെ പരാജയപ്പെടുത്തുവാൻ ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ നിന്നത് മുസ്ലിമീങ്ങളാണ്. ശക്തിയുക്തം പ്രസംഗിച്ചത് മുസ്ലിമീങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഭജനം എന്ന ആശയം തന്നെ ഇന്ത്യ രാജ്യത്തെ വർഗീയവാദികളുടേതാണ്. ഇന്ത്യ രാജ്യത്തെ അവര് അതിന് പറഞ്ഞു വെച്ച ഒരു തിയറി ഉണ്ട്, മുസ്ലിമീങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഈ രാജ്യത്ത് ഒന്നിച്ച് ജീവിച്ചു പോകാൻ കഴിയില്ല. 2 രാജ്യം എന്ന തത്വം തിയറി പറഞ്ഞു വെക്കുമ്പോൾ പറഞ്ഞത്, മുസ്ലിമീങ്ങൾക്ക് ഹിന്ദുക്കൾക്കും ഈ രാജ്യത്ത് ഒന്നിച്ച് ജീവിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ട് 2 രാജ്യം വേണം എന്ന ആശയം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ച വർഗീയവാദികൾ, അവരെ ഏറ്റുപിടിച്ച മുഹമ്മദ് അലി ജിന്നയെ പോലെയുള്ളവർ. അപ്പോഴും നോക്കൂ, മുഹമ്മദ് അലി ജിന്ന ഒരു മോഡേൺ മുസ്ലിം ആയിരുന്നു. മൗലാന അബുൽ കലാം ആസാദ് താടി വെച്ച് തൊപ്പി വെച്ച മനോഹരമായ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സമ്പൂർണനായ മുസ്ലിമുമായിരുന്നു. ഈ രാജ്യത്തിനൊപ്പം നിന്നതിന്റെ മനോഹരമായ ചരിത്രങ്ങൾ എത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇങ്ങനെ തുടങ്ങിയാൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഈ രാജ്യത്തെ നയിച്ച മഹാനേതാക്കളുടെ കൂടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ പടപൊരുതിയ നമ്മുടെ മുൻഗാമികൾ എത്രയുണ്ട്? ബ്രിട്ടീഷ് ആധിപത്യങ്ങൾക്കെതിരെ പടപൊരുതിയവരെത്രയുണ്ട്? ചരിത്രത്തിൽ നിന്ന് എത്ര പേരെയാണ് വെട്ടിമാറ്റിയാൽ മുസ്ലിമീങ്ങളുടെ പ്രാതിനിധ്യത്തെ ഒഴിവാക്കാൻ കഴിയുക? പഴശ്ശിയുടെ കൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ഒരു ഉണ്ണിമൂസ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരനെതിരെ പടപൊരുതുമ്പോൾ ഉണ്ണിമൂസയോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങൾക്ക് ഓരോ മാസവും 1000 രൂപ വീതം തരാം. 1940കളുടെ മുമ്പ് 1000 രൂപയുടെ വില എത്രയാണ്? പഴശ്ശിയുടെ കാലം, ടിപ്പു സുൽത്താന്റെ കാലം, ആ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് വന്ന വൈദേശികർക്കെതിരെ പടപൊരുതുന്ന ആളുകളോട് പറഞ്ഞത് 1000 രൂപ നിങ്ങൾക്ക് തരാം. ഉണ്ണിമൂസയോട് പറഞ്ഞത് 1000 രൂപ എല്ലാ മാസവും നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞപ്പോ അവരോട് പറഞ്ഞു, എന്റെ ജന്മനാടിന് നീ ഇടുന്ന വില 1000 രൂപയാണെങ്കിൽ 1000 രൂപയ്ക്ക് വേണ്ടി എന്റെ മണ്ണ് വിൽക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പെരിന്തൽമണ്ണയിലെ കോട്ടയിൽ വെടിയേറ്റു വീണു. മലബാറിലെ വീട്ടുമുറ്റത്ത് മരിച്ചു വീണ വെടിയേറ്റു വീണ പോരാളികൾ എത്രയാണ്? സമര പോരാളികളുടെ ചരിത്രം വായിച്ചു നോക്കൂ, എത്ര പേരാണ്? വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം നമ്മൾ കേൾക്കാറില്ലേ? നിങ്ങൾക്ക് മക്കയിലേക്ക് പോകാൻ ഞാൻ അവസരം തരാം, നിങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ 4/1 മലബാറിൽ വന്ന് മലബാറിലെ സമര പോരാളികളെ നേരിടുന്ന കാലം, നിങ്ങൾക്ക് മക്കയിൽ പോയി താമസിക്കാം. വാരിയംകുന്നൻ ഒരു മറുപടി ഉണ്ടായിരുന്നു, മക്ക എനിക്കിഷ്ടമാണ്, എന്റെ കിബിലയാണ്, ഞാൻ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന ഇടമാണ്. പക്ഷേ എന്റെ ജന്മനാട് നിന്റെ കാലിന്റെ അടിയിൽ അടിയറ വെച്ചിട്ട് ഞാൻ ആ മക്കയിലേക്ക് പോകുമെന്ന് നീ സ്വപ്നം കാണേണ്ടതില്ല. നിന്റെ സ്വപ്നം ഇവിടെ പുലരാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ വർഗീയവാദികൾ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഈ രാജ്യം വിട്ടുപോകണമെന്ന് പറയുന്ന സകലരോടും നമുക്ക് പറയാനുള്ളത്, മൗലാന അബുൽ കലാം ആസാദിന്റെ വാരിയംകുന്നന്റെ നമ്മുടെ മുൻഗാമികളുടെ ഓർമ്മകൾ ജ്വലിക്കുന്ന വർത്തമാനമാണ്. ഈ രാജ്യം നമ്മുടേതാണ്. മേരാ വതൻ ഹേ, ജീനാ യഹാ മർനാ യഹാ. ഇവിടെയാണ് ജീവിക്കുക, ഇവിടെയാണ് മരിക്കുക. ഇത്രയേറെ സന്തോഷത്തോടുകൂടി, ഇത്രയേറെ ആവേശത്തോടുകൂടി പറയാൻ കഴിയുന്ന ഏത് ചരിത്രമാണുള്ളത്? ഈ രാജ്യത്തിന്റെ വിവിധങ്ങളായ ഇടങ്ങളിൽ വെടിയേറ്റു വീണ, കൊല ചെയ്യപ്പെട്ട, തൂക്കിലേറ്റപ്പെട്ട രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ച നമ്മുടെ മുൻഗാമികൾ എത്ര? ആലി മുസ്ലിയാർ
പള്ളിയിലെ മുസ്ലിയാരായിരുന്നല്ലോ, തിരൂരങ്ങാടി പള്ളിയിലെ ഉസ്താദായിരുന്നല്ലോ. ആലി മുസ്ലിയാരെ നാടുകടത്തി ആൻഡമാനിൽ വെച്ച് മരണപ്പെട്ടുപോയി. വാര്യംകുന്നന്റെ ജനാസയുടെ അവസാനത്തെ അസ്ഥിയും കത്തിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? അവരുടെ ഓർമ്മകൾ തുടിക്കുന്ന ഇടത്തു നിന്ന് പോലും ഞങ്ങൾക്ക് പ്രതിരോധമുണ്ടാകുമെന്ന് പേടിച്ചുകൊണ്ടാണ് വാര്യംകുന്നന്റെ ജനാസ കത്തിച്ചു കളഞ്ഞത്, ആലി മുസ്ലിയാരുടെ ജനാസ കത്തിച്ചു കളഞ്ഞത്. ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷുകാരൻ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ എത്രയാണ്! ഈ മുൻഗാമികളെല്ലാവരും അനുഭവിച്ച ത്യാഗം, ആ ത്യാഗത്തിന്റെ ബാക്കിപത്രമായ സ്വാതന്ത്ര്യ ദിനത്തെ നമ്മളെല്ലാവരും ഉയർത്തിപ്പിടിക്കുക. അതിന്റെ അവകാശികൾ നമ്മളാണ്, അതിന്റെ അവകാശികൾ നമ്മളാണ്. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം അവിടെ പറഞ്ഞു വെക്കാനുണ്ട്. വിഭജനത്തിന്റെ അവകാശികൾ നമ്മളല്ല. ഈ രാജ്യത്തെ രക്തപങ്കിലമാക്കിയതിന്റെ അവകാശികൾ നമ്മളല്ല. രാജ്യം വെട്ടിമുറിക്കുക എന്ന തിയറി ബ്രിട്ടീഷുകാരൻ്റെത് കൂടിയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ഭാഗമായ ബർമയെ 1935 മുറിച്ചു കളഞ്ഞത്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ ഇടങ്ങളിൽ പടപൊരുതിയ 10,000-കണക്കിന് വീരേതിഹാസം രചിച്ച വല്യുപ്പമാരുടെ ചരിത്രം വിളിച്ചു പറയാനുള്ളവരാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ. മറക്കാൻ കഴിയോ? നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവിതം കൊടുത്ത മഹാനുഭാവന്മാരെ മറക്കാൻ കഴിയോ? അന്നൊന്നും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ഇല്ലാത്തവർ ഇന്ന് രാജ്യസ്നേഹം പറയുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇന്ന് രാവിലെ പതാക ഉയർത്തി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ മൂവർണ്ണ കൊടി പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ലേഖനം എഴുതിയത് ഓർഗനൈസർ എന്ന RSSന്റെ മുഖപത്രമാണ്. നിഷേധിക്കാൻ കഴിയോ? ഈ മൂവർണ്ണക്കൊടി ഇന്ത്യ രാജ്യത്തിന്റെ പതാകയായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ അതേ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ആരാണോ ഒറ്റിക്കൊടുത്തത്, ആ ഒറ്റിക്കൊടുത്തവരുടെ പേരുയർത്തി കാണിക്കുന്ന ചരിത്രത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം. അൻഡമാൻ ജയിലിൽ നിന്ന് മാപ്പെഴുതി കൊടുത്തിട്ടാണ് സവർക്കർ പുറത്തേക്ക് വന്നത്. ചരിത്രത്തിന്റെ രേഖകൾ ബാക്കിയാണ്. ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ, ചെയ്തു വെക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളെ ഈ രാജ്യത്തെ മതവിഭാഗങ്ങളെ തമ്മിലകറ്റിയും ഇല്ലായ്മ ചെയ്തും ഈ രാജ്യത്തെ മനുഷ്യരുടെ ഇടയിൽ സ്പർദ്ധ സൃഷ്ടിച്ചും അധികാരങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുന്ന കാലത്ത് രാജ്യത്തോടൊപ്പം നിൽക്കുക, പൗരാവകാശങ്ങളെ സംരക്ഷിക്കുക, എല്ലാ മതങ്ങൾക്കും മതമില്ലാത്തവനുമൊക്കെ ജീവിക്കാൻ പറ്റുന്ന മനോഹരമായ വ്യവസ്ഥിതിയും ഭരണഘടനാവകാശങ്ങളും നമുക്കുണ്ട്. ആ അവകാശങ്ങളെ മുറുകെ പിടിക്കുക, എല്ലാവരുടെയും നീതിക്കും ന്യായത്തിനും വേണ്ടി ശബ്ദിക്കുക. നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ പുലരി ആഘോഷിക്കുമ്പോഴും അസാമിന്റെ തെരുവോരങ്ങളിൽ രാജ്യത്തു നിന്ന് തുടച്ചു നീക്കപ്പെടാൻ പോകുന്ന നിരവധി മനുഷ്യരുണ്ട്. നാം സ്വാതന്ത്ര്യത്തിന്റെ മധുരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ബീഹാറിന്റെ തെരുവോരങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കാൻ വിധിക്കപ്പെട്ടു നിൽക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് തങ്ങൾക്കിഷ്ടമല്ലാത്തവരെ മുഴുവനും രാജ്യത്തു നിന്ന് അടിച്ചോടിച്ച് അവരുടെ പൗരത്വങ്ങളെയും അവരുടെ ഇവിടെ ജീവിക്കാനുള്ള അവകാശത്തെയും മതപ്രബോധനങ്ങളെയും ചോദ്യം ചെയ്യുന്ന കാലത്ത് ഇന്ത്യക്കാരനായി നിലകൊണ്ട് ഈ രാജ്യത്തിൽ അഭിമാനമുള്ള ആളുകളായി നിൽക്കുക. നമ്മൾ അങ്ങോട്ട് പോകാനാണ്. നമ്മുടെ മുൻഗാമികൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന്, അവർ അധ്വാനിച്ചു നേടിയ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകാനാണ്? സബീകാ ഹൂൻ ഹേ ഷാമിൽ ഹാക്കി മിട്ടി മേ. ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ റാഹത്ത് ഇൻഡോരിയുടെ കവിതയാണ്. ഈ രാജ്യത്തിന്റെ മണ്ണിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും രക്തം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. സബീകാ ഹൂൻ ഹേ ഷാമിൽ ഹാക്കി മിട്ടി മേ. അതുകൊണ്ട് ഈ രാജ്യം, ഹിന്ദുസ്ഥാൻ, കിസികാ ബാപ് കി തോടി ഹേ, ഒരാളുടെയും അച്ഛനപ്പൂപ്പന്മാർക്ക് അനന്തരം കിട്ടിയതല്ല, വാപ്പയ്ക്ക് അനന്തരം കിട്ടിയ സ്വത്തല്ല, ഇത് എല്ലാ മതസ്ഥരുടെയും രാജ്യമാണ് എന്ന മനുഷ്യൻ പറഞ്ഞു വെക്കുന്നു. അപ്പൊ നമ്മുടെ നാട്, നമ്മുടെ മുൻഗാമികൾ ഉറങ്ങുന്ന നാട്ടിൽ അഭിമാനത്തോടുകൂടി ജീവിക്കുകയും രാജ്യത്തിന്റെ സൗഹാർദ്ദത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുകയും ചെയ്യാം. പരസ്പരം വർഗീയതകളില്ലാതെ കൈകോർത്തു പിടിച്ച് പൂങ്കാവനം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. മഹാത്മാഗാന്ധിയുടെ വീട്ടിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ എത്തുന്ന നേരം മുഹമ്മദ് അലി ജൗഹറിനെ നിസ്കരിക്കാൻ മഹാത്മാവിന്റെ വീട്ടിലൊരു പായയുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയെ കാണാൻ പോകുന്ന സമയത്തൊക്കെയും മൗലാന മുഹമ്മദ് അലിയുടെ ഉമ്മ മഹാത്മാഗാന്ധിക്ക് വേണ്ടി തുന്നിയ വസ്ത്രങ്ങളും സമ്മാനങ്ങളും കൊടുത്തയക്കാറുണ്ടായിരുന്നു. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ടു പോയ വലിയ മനുഷ്യരുടെ രാജ്യമാണിത്. കൈകോർത്തു പിടിച്ച മനുഷ്യരുടെ രാജ്യമാണിത്. നമുക്ക് പഠിക്കാൻ ധാരാളം പാഠങ്ങളുള്ള രാജ്യമാണിത്. നമ്മുടെ മുന്നേ നടന്നുപോയ മുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യ സമര പങ്കുകളെ കുറിച്ച് പറഞ്ഞാൽ തീരുന്നതല്ല. നമ്മുടെ കൂട്ടത്തിലെ സ്ത്രീകൾ പോരാടിയ പോരാട്ടങ്ങൾ പോലും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെങ്ങും ഒരു പങ്കുമില്ലാത്ത ആളുകൾ മുസ്ലിമീങ്ങളെ കുറ്റം പറയാറുണ്ടല്ലോ.
ബീഗം ഹസ്രത്ത് മഹൽ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവധിലെ രാജ്ഞിയായിരുന്നു. അവരെ അവസാനം ഈ രാജ്യത്ത് നിന്ന് നാടുകടത്തി. എന്തിന്? ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തതിന്. ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്ത് ആരാധനാലയങ്ങൾ തകർത്തെറിഞ്ഞ നേരത്ത് അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തിയവർ, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കിറങ്ങിയവർ. നേപ്പാളിലെ കാൺമണ്ഡു ജുമുഅത്ത് പള്ളിയുടെ മുറ്റത്താണ് അവരുടെ ഖബറുള്ളത്. ബീഗം ഹസ്രത്ത് മഹൽ. അങ്ങനെ എത്ര പെണ്ണുങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിലെ സ്ത്രീകൾ, മുസ്ലിമീങ്ങളായ സ്ത്രീകൾ. സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ ഇടപെട്ടവരുടെ ചരിത്രം മാത്രം പറയാനാണെങ്കിൽ ധാരാളമുണ്ട്. അത്രയേറെ നമ്മുടെ രാജ്യത്തിനു വേണ്ടി അധ്വാനിച്ചവർ, ഈ രാജ്യത്തിനു വേണ്ടി കാരണം വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈ പോരാട്ടമെന്ന് നമ്മുടെ മുൻഗാമികൾ കണ്ടു. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയ ചില കൃതികളുണ്ട്. ചില പത്രങ്ങൾ നിരോധിച്ചു, ചില കൃതികൾ നിരോധിച്ചു. മലബാറിൽ കണ്ടുകെട്ടിയ കൃതികളിൽ അധികവും ബദരീങ്ങളുടെ മഹത്വവും മുഹീദ്ദീൻ മാലയും പടപ്പാട്ടുകളും ആയിരുന്നു. ബദരീങ്ങളെ ബ്രിട്ടീഷുകാർക്ക് വരെ പേടിയായിരുന്നു. മുഹീദ്ദീൻ മാല ചെല്ലുന്ന മനുഷ്യനെ ബ്രിട്ടീഷുകാർക്ക് പേടിയായിരുന്നു. കാരണം കളക്ടറായിരുന്ന കനോലിയെ കൊല്ലാൻ പോയവർ തലേന്ന് രാത്രി മുഹീദ്ദീൻ മാല ചൊല്ലി എന്നാണ് ചരിത്രം. ബദർ പടപ്പാട്ട് പാടുമ്പോ ഊർജം വരുന്നു എന്നാണ് ചരിത്രം. ബദർമാലയുടെ ബദർ പടപ്പാട്ടുകളുടെ, മുഹീദ്ദീൻ മാലകളുടെ പടപ്പാട്ടുകളുടെ, ശുഹദാക്കളുടെ ഓർമ്മകളുടെ പുസ്തകങ്ങളെ മുഴുവനും ബ്രിട്ടീഷുകാരൻ കണ്ടുകെട്ടി. മുസ്ലിമീങ്ങൾക്ക് ഊർജം നൽകുന്നതൊന്നും ഇവിടെ ബാക്കിയാകാൻ പാടില്ല. 50-ലേറെ കൃതികൾ കണ്ടുകെട്ടി. അതിലധികവും ബദരീങ്ങളുടെ മനാഖിബുകളും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാലയും ഉൾപ്പെടെയുള്ളവയായിരുന്നു. ഇനി നമ്മുടെ മുൻഗാമികളിലേക്ക് തിരിച്ചു വരാം. നമ്മൾ നമ്മുടെ മുൻഗാമികളെ കുറിച്ച് ഊറ്റം കൊള്ളാറുണ്ട്. ആരായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ? പരിശുദ്ധമായ ദീനിനെ അണുകിട വിടാതെ മുറുകെ പിടിച്ച മനുഷ്യൻ. ഇന്നത്തെ പുകയുന്ന ഗസ്സയുടെ ചാരത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ അരികിലാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉറങ്ങുന്നത്. ഇന്ത്യ ചരിത്രത്തിലെ സിംഹമായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ. മൗലാന ഷൗക്കത്ത് അലി ആരായിരുന്നു? പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ചു ജീവിച്ചവർ. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ചിത്രം നോക്കൂ. തലയിൽ തൊപ്പി വെച്ചൊരു മുസൽമാൻ. ആരായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്? പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയ മനുഷ്യൻ, ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മനുഷ്യൻ. ആരായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു? പരിശുദ്ധമായ ദീനിന് അങ്ങേയറ്റം സേവനം ചെയ്ത് അറിവുകൊണ്ട് അതുല്യമായ വിലാസമുണ്ടാക്കിയവർ. ആരായിരുന്നു ഫദ്ലുൽ ഹഖ് ഖൈറാബാദി? ഹനഫി ഫിഖ്ഹിൽ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതൻ. ആരായിരുന്നു കുഞ്ഞാലിമരക്കാർ? ദിക്റു ചൊല്ലി നടന്ന മനുഷ്യൻ. ആരായിരുന്നു വാരിയംകുന്നൻ? ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ മുസ്ലിം ഉമ്മത്തിനോട് ഓർമ്മപ്പെടുത്താൻ, വാരിയംകുന്നനെ കൊണ്ടുവന്ന് നിർത്തി കൊല്ലാൻ പോകുന്ന ഒരു രംഗമുണ്ട്. കൊല്ലാൻ ഒരുങ്ങുന്ന നേരത്ത് വാരിയംകുന്നൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. 2 റക്അത്ത് നിസ്കരിക്കണം. അതിനപ്പുറം എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. കേണൽ ഹിച്ച്കോക്കും ഹംഫ്രിയും അടങ്ങുന്ന ബ്രിട്ടീഷ് അധികാരികൾ നോക്കി നിൽക്കെ വാരിയംകുന്നൻ പറഞ്ഞൊരു വർത്താനം മുസ്ലിം ഉമ്മത്ത് പഠിക്കാനാണ്. പോരാട്ടം മാത്രമല്ല, ആത്മീയത മുറുകെ പിടിച്ച, പരിശുദ്ധ ദീനിനെ മുറുകെ പിടിച്ച പോരാട്ടം. വാരിയംകുന്നൻ പറഞ്ഞു, എന്നെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ്, നിങ്ങൾ കൊല്ലുന്നതിന് മുമ്പ് പല ആളുകളുടെയും താടി വടിച്ചു കളയാറുണ്ടല്ലോ, എന്റെ താടി നിങ്ങൾ വടിച്ചു കളയരുത്. എന്റെ താടി എന്റെ റസൂലിന്റെ സുന്നത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതവിടെ നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ നിങ്ങൾ കൊന്നോളൂ, കണ്ണൊന്നും കെട്ടണ്ട, എനിക്ക് മരിക്കാനൊരു പേടിയുമില്ല. എന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ വെടിവെച്ചോളൂ, എനിക്ക് പേടിയില്ല, ഭയമില്ല, കരയുകയില്ല, ചകിതനാവുകയില്ല. ഞാൻ ഈ രാജ്യത്ത് പിടഞ്ഞു വീഴാൻ തയ്യാറാണ്, പക്ഷെ എന്റെ താടി നിങ്ങൾ വടിച്ചു കളയരുത്. മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരെ, മുൻഗാമികളെ പറയുമ്പോൾ നമുക്ക് ആവേശമുണ്ട്. അവരൊക്കെയും അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചത് കൂടി മനസ്സിലാക്കൂ. ആരായിരുന്നു ആലി മുസ്ലിയാര്? ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യുന്ന 921 ഓഗസ്റ്റിൽ പള്ളിയിൽ നിന്നിറങ്ങുന്ന ആലി മുസ്ലിയാരെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. ഹദ്ദാദ് ചൊല്ലിയിട്ടാണ് ആലി മുസ്ലിയാർ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ ആവർത്തിച്ച് പറയാറുണ്ട്. ഹദ്ദാദുകളും ദിക്റുകളും ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ, സുന്നത്തുകളെ മുറുകെ പിടിച്ചവർ, താടി വെച്ചവർ, തൊപ്പി വെച്ചവർ, അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചു ജീവിച്ചവർ. നമ്മുടെ മുൻഗാമികളുടെ പോരാട്ടങ്ങൾക്കപ്പുറം ഒരു ആത്മീയത കൂടിയുണ്ട്. ആ ആത്മീയത കൂടി നമ്മൾ മുറുകെ പിടിക്കുക. ഹബീബായ നബി തങ്ങളുടെ സുന്നത്തുകളെ മുറുകെ പിടിച്ച മുൻഗാമികളുടെ ജീവിതത്തെ നാം മുറുകെ പിടിക്കുക. അല്ലാഹു തആല സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വാതന്ത്ര്യ സമരം എന്നുള്ളത് ഒരു 20 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല. ഇവിടേക്ക് വന്ന പറങ്കിയുടെയും ഫ്രഞ്ചുകാരന്റെയും ബ്രിട്ടീഷുകാരന്റെയും ക്രൂരകൃത്യങ്ങളും അവരോട് പോരാടിയ മുൻഗാമികളുടെയും ചരിത്രം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ചരിത്രം മറന്നുപോയാൽ ചരിത്രം അതുപോലെ നിങ്ങളെ ശിക്ഷിക്കുമെന്നാണ്. മറന്നുപോകരുത്. ചരിത്രത്തിൽ നിന്ന് എല്ലാവരെയും വെട്ടിമാറ്റുന്ന കാലത്ത്
ചരിത്രത്തിൽ ഓരോ മനുഷ്യരെക്കുറിച്ചും പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ പഠിക്കുക, പ്രിയപ്പെട്ട വല്യുപ്പമാരെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിങ്ങളുടെ മക്കൾക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യം സന്തോഷകരമായിരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് മുൻഗാമികൾ ആഗ്രഹിച്ചതുപോലെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പൂങ്കാവനമായി നമ്മുടെ രാജ്യത്തെ അല്ലാഹു നൽകി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വസ്ഥതകളും സമാധാനങ്ങളും എല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.